നിങ്ങളെന്താ ഇവിടെ? നിങ്ങളോ? സ്ഥാനം കൊണ്ട് അമ്മയല്ലേ ഞാൻ. സ്ഥാനമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ വന്നതെന്ന് പറയ്. ഇത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാ. ഇവര് നിങ്ങളുടെ അച്ഛനെതിരെ മൊഴിയെടുത്ത് കേസാക്കാൻ വന്നതാ. എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് കേസ് ഒഴിവാക്കാൻ വേണ്ടി ഇവർക്കൊപ്പം വന്നതാ. അമൃതേച്ചിയുടെ പേരിലാ കേസ്? അതെല്ലാം അമ്മ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അമൃതയ്ക്ക് ഒളിവിൽ കഴിയേണ്ടി വരില്ല. പോലീസ് കേസ് ഒഴിവാക്കി തരാം, കോടതിയിലേക്കും പോകേണ്ടി വരില്ല. മക്കള് കഴിഞ്ഞതെല്ലാം മറക്കണം. ഇനി ഏത് ആപത്ത് സമയത്തും കലയമ്മ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും, അമ്മയായിട്ട് തന്നെ. അനക്കേച്ചി, അച്ഛൻ എങ്ങനെയുണ്ട്? സുഖമായി വരുന്നു മോളെ. മോള് മാമന്റെ വീട്ടിലായിരുന്നു അല്ലേ? എന്തിനാ അങ്ങോട്ട് പോയത്? അമ്മയുടെ വീട്ടിലേക്ക് വന്നാ പോരായിരുന്നോ? ഇതൊക്കാരാ? മോളെ, ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സാ. അമൃതേച്ചിക്കെതിരെയുള്ള കേസ് ഒഴിവാക്കാൻ വന്നതാ. ഉദ്യോഗസ്ഥരോ? അന്ന് ഫുഡ് സാമ്പിൾ എടുക്കാൻ വന്നവരാണോ? അതെ. അത് ഇവരല്ലല്ലോ. അല്ലേ? അല്ല, അന്ന് പഞ്ചരത്നം സീൽ ചെയ്യുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ടതല്ലേ. അത് ഇവരല്ല. അതെ, ഞങ്ങൾ അതിലും മേലുള്ളവരാ. ഒന്ന് നിന്നേ. അതിലും മേലെയുള്ളവരെന്ന് പറയുമ്പോ ഏത് പോസ്റ്റിൽ വരും? അതൊന്നും ഞാൻ ചോദിച്ചില്ല. നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ. എന്നാ പിന്നെ അമ്മ ഇറങ്ങുക. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ ചേച്ചി. അവരച്ഛനെ കയറി കണ്ടോ? കണ്ടിട്ട് ഇറങ്ങി വന്നതാ. വന്നേ. വന്നതേ ഉള്ളൂ. അച്ഛാ, കലയമ്മ രണ്ടുപേരെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന എന്തിനാ? അവര് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സാ. കേസ് ഒത്തുതീർപ്പാക്കാൻ കലാവധി കൊണ്ടുവന്നതാ. ഇപ്പോഴെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ തോന്നിയല്ലോ. എന്തുപകാരം? ആ വന്നത് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരാണെന്ന് അച്ഛൻ എന്താ ഉറപ്പ്? മക്കളെ, ഞാൻ ID കാർഡ് കണ്ടതാ. അത് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. പഞ്ചരത്നത്തിലെ ഇൻസ്പെക്ഷന് വന്നത് ഇവരല്ലെന്ന് ആരാധി പറയുന്നു. ഇവരല്ല അച്ഛാ. നമ്മുടെ ഹോട്ടൽ പൂട്ടുന്ന സമയത്താ ഞാൻ ചെന്നത്. അപ്പൊ വ്യക്തമായിട്ട് ഞാൻ എല്ലാരെയും കണ്ടതാ. ഈ വന്നവര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവരിവിടെ വന്നിട്ട് അച്ഛനോട് എന്താ പറഞ്ഞേ? അമൃതയുടെ പേരുള്ള കേസുകളൊക്കെ ഒഴിവാക്കി തരാന്ന്. നമുക്കതല്ലേ ആവശ്യം. അവളെ രക്ഷിക്കാൻ വേണ്ടി എത്ര കാശ് കൊടുത്താലെന്താ? അച്ഛനിപ്പോ എന്താ പറഞ്ഞേ? കേസൊന്നും ഉണ്ടാവില്ലെന്ന്. അതല്ല, കാശ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അച്ഛൻ? കൊടുത്താലെന്താ? കേസെല്ലാം ഒഴിവാക്കി നമ്മുടെ പഞ്ചരത്നം തുറക്കാലോ. അപ്പൊ അച്ഛൻ കാശ് കൊടുത്തു അല്ലേ? കൊടുക്കേണ്ടി വന്നു. നമ്മുടെ അല്ലേ ആവശ്യം. അച്ഛൻ വിട്ടിത്തം പറയാതെ എന്താ സംഭവിച്ചെന്ന് പറ.